കഥയുടെ യവനിക ഉയരുകയായി. ദീപം തെളിയുകയായി, ദീപം തെളിയുകയായി. ആഘോഷത്തിൻ ദീപം കലാദേവി തൻ അനുഗ്രഹം തേടുകയായി, അനുഗ്രഹം തേടുകയായി. യവനിക ഉയരുകയായി. സഹതാള നാടകവേദി അണിയിച്ചൊരിക്കും കഥയുടെ യവനിക ഉയരുകയായി, യവനിക ഉയരുകയായി. സഹൃദയരായ കലാസാഹിത്യ സ്നേഹികളെ, സഖ്യതാളം കലാസാഹിത്യ സൗഹൃദ കൂട്ടായ്മ വേൾഡ് വൈഡിൻ്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സഖ്യതാളം നാടകവേദി അണിയിച്ചൊരുക്കുന്ന റേഡിയോ നാടകം അകാലത്തിൽ പൊലിയുന്ന ജീവിതം. രചന സംവിധാനം സുരേഷ് തൊടുപുഴ. ഡിജിറ്റൽ ക്രിയേഷൻസ് സുരേഷ് തൊടുപുഴ. രംഗത്ത് സുഹ്ര ഷിജി സജി തൊടുപുഴ. ഹംസ അൺവിസിബിൾ ക്യാരക്ടർ. ഹംസന്റെ ഉമ്മ സുബൈദ ഇന്ദിരാമോഹൻ തൊടുപുഴ. ഹംസന്റെ വാപ്പിച്ചി സുലൈമാൻ മുജീബ് സൗദി അറേബ്യ. സമദ് സുരേഷ്. സുബൈർ അനിൽകുമാർ അബുദാബി. സുബൈറിന്റെ ഉമ്മ സൈനബ അജിത സത്യൻ തൊടുപുഴ. വനിതാ കോൺസ്റ്റബിൾ ആയിഷ. ASI കബീർ KK വിജയൻ മൂലമറ്റം. SI ബീരാൻ സുരേഷ് തൊടുപുഴ. നാടകം ആരംഭിക്കുന്നു. കൽവിലൊരൊപ്പനപ്പാട്ടുണ്ടേ, കയ്യില് മുന്തിരിച്ചാറുണ്ടേ, ഉമ്മച്ചി ഉമ്മച്ചി ഇതെവിടെ? ആ ഉമ്മച്ചി, ഇക്കച്ചി ഇതുവരേക്കും വന്നില്ലല്ലോ ഉമ്മ. എന്താണ് ഉമ്മ ഇക്കച്ചി താമസിക്കണേ? ഇത് എവിടെ പോയി കിടക്കാണ്? സൂറ, അല്ലേലും നേരാണല്ലോ. എന്റെ പടച്ചോനെ, ഈ ഹമുക്ക് ഇത് എവിടെ പോയി കിടക്കാണ്? കുറച്ച് നാളായിന് ഈ ഹംസ രാത്രിയിൽ എവിടേക്കോ പോണുണ്ട്. എവിടേക്കാണോ? എന്റെ പടച്ചോനെ,
സമയം 11 കഴിഞ്ഞൂലോ. വാപ്പച്ചി ഫോൺ വിളിക്കുമ്പം ഞാൻ എന്താ പറയാ? എന്റെ പടച്ചോനെ. ഈ ഉമ്മച്ചിയാ ഇക്കാനെ ഇങ്ങനെ ഭക്ഷണാക്കണേ. പുന്നാരിച്ച് ഇക്ക എന്ത് കാട്ടിയാലും ഒന്നും മുണ്ടൂല. ചെക്കനെ തലയിൽ കയറ്റി വെച്ചോളും. സൂറ, ആണായിട്ട് അവൻ ഒന്നല്ലേ ഉള്ളൂ സൂറ. അതുകൊണ്ട് കൊഞ്ചിച്ചു പോയിന്. എന്റെ റബ്ബേ, ഈ ചെക്കൻ എവിടാണോ? എന്റെ പടച്ചോനെ. ഉമ്മച്ചി സമാനപ്പെട്. ഇക്കച്ചി വരും. വല്ല ഫ്രണ്ടിന്റെയും വീട്ടിൽ പോയതാവോ ഇക്കച്ചി. സൂറ മോളെ, നീ ആ സുബീറിന്റെ ഉമ്മാനെ ഒന്ന് വിളിച്ചു നോക്കി. ഇനി അവിടെങ്ങാൻ ചെന്നോന്ന് അറിയാലോ. ആ ശരി ഉമ്മ, ഞാൻ വിളിക്കാം. ഹലോ 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 ആ ഹലോ, നിങ്ങൾ ആരാണപ്പാ? പറയീ. ഇത് ഞാനാ സുബീറിന്റെ ഉമ്മച്ചി, സൂറ. ആ സൂറയാ? അതേ നിത്താത്ത. എന്നാ സൂറ, എന്നാ ഈ പാതിരാക്ക്? ഞാൻ ഇമ്മിണി നല്ലോണം മയങ്ങിപ്പോയിന് സൂറ. അതാ അനക്ക് മനസ്സിലാവാതെ വന്നിത്. എന്നാ സൂറ വിളിച്ചേ? ഇമ്മടെ ഇക്കച്ചി അവിടേക്ക് എങ്ങനെ വന്നിനാ എത്താത്ത? സൂറ ഇല്ലാലോ സൂറ, ഇന്ന് ഇങ്ങോട്ട് വന്നേ ഇല്ലാന്. സൂറ എന്താ ഉണ്ടായേ? എന്താ പിണഞ്ഞിന്? ഒന്നുമില്ല സൈനത്താത്ത, ഒന്നുമില്ല. ഇക്കച്ചി ഇതുവരേക്കും വീട്ടിൽ വന്നില്ല. അയിനാ ചോദിച്ചേ. ഓ, ഈ ചെക്കൻ എങ്ങട് പോയതാണോ? സമയം ഒരുപാട് രാത്രിയായിര്. എടാ സുബീറേ, സുബീറേ. എന്നാ ഉമ്മ? നീ കണ്ടീനാ ഇവിടെ ഹംസനെ? നിന്നോട് വല്ലോ പറഞ്ഞേനാ ഹംസ? ഇല്ല ഉമ്മ, ഇന്നിവിടെ വന്നില്ല ഹംസ. എന്നെ വിളിച്ചുമില്ല. എന്നാ ഉമ്മ? ഇല്ല സൂറ, സുബീറും കണ്ടില്ലാന്നാ പറഞ്ഞേ. ശരി സൈനത്താത്ത, ഞാൻ ഫോൺ വെക്കാണ്. ശരി സൂറ, ഓൻ വന്നാ അറിയിക്കണേ. ഓ ഇത്ത, അറിയിക്കാവേ. ഉമ്മ ഉമ്മ, ഇക്ക അവിടെ ചെന്നില്ലാന്ന്. സൂറ, എന്റെ പടച്ചോനെ, ഈ ഹമുക്ക് എവിടാണോ പടച്ചോനെ? ഇപ്പൊ വാപ്പച്ചിന്റെ ഫോൺ വരുമ്പം ആകെ ഇടങ്ങേറായില്ലോ. എന്റെ റബ്ബേ. സൂറ, അവൻ വരുമ്പോ വരട്ടെ. സൂറ ഓളെ, നീ കിടന്നോളി. വാതിലെല്ലാം നേരോണം അടയ്ക്കണേ. കള്ളക്കൂട്ടങ്ങൾ ഓടി നടക്കണ കാല. ഓ ഉമ്മ, അടയ്ക്കാം. അതെങ്ങനെയാ? ഈ പൊന്നിന്റെ വില ഇങ്ങനെ കുതിച്ചു കയറണതാ കാരണം. എന്റെ പടച്ചോനെ, ഇനിയുള്ള കാലം എങ്ങനെയാ പെൺകുട്ടികളെ കെട്ടിച്ചയക്കും? പടച്ചോനെ. അതൊക്കെ അതിന്റെ പാട്ടിന് നടന്നോളൂ ഉമ്മ. ഉമ്മച്ചി ബേജാറാവണ്ട. ഉമ്മച്ചി സുഖമായിട്ട് കിടന്നുറങ്ങി. സൂറ, നീ വിചാരിക്കണ പോലല്ല കാര്യങ്ങള്. നിനക്കിന്ന് വെളിച്ചെണ്ണയുടെ ഉള്ളിന്റെ ഒക്കെ വില വല്ലതും അറിയോ? വില 500 കടന്നേക്കണ്. എന്റെ റബ്ബേ. പടച്ചോനെ, വാപ്പച്ചി ഒറ്റയ്ക്ക് വേണല്ലോ ഇതെല്ലാം നടത്താൻ. ഉമ്മ, ഉമ്മച്ചി, ഉമ്മച്ചി. പഠിച്ചോനെ, പഠിച്ചോനെ, അല്ലാ. ഉമ്മ. എന്താ എന്നെ ഓളെ സൂറ? ഉമ്മ, വെളിയിലാരോ വാതിൽ തട്ടുന്നു.
എടാ ഹമുക്കേ, ഹംസേ, എടാ ഹംസേ, വാതിൽ തുറക്കടാ. തുറന്നില്ല ചവിട്ടി പൊളിക്കും. വാതിൽ തുറക്കാനാ പയഞ്ഞേ. ഹംസയോ? ഹംസ വന്നില്ലല്ലോ. നിങ്ങൾ ആരാണപ്പാ ഈ പാതിരായ്ക്ക് പെണ്ണുങ്ങള് തന്നെയുള്ള പോരേല്? നിങ്ങൾ വാതിൽ തുറക്കതല്ലേ, ഞങ്ങൾ ആരാന്ന് അപ്പോഴും മനസ്സിലാവും. അല്ല പഠിച്ചോനെ, പോലീസോ? എന്റെ റബ്ബേ! അയ്യേന്ന് പോലീസാ? കണ്ടിട്ട് പിടികിട്ടില്ല. എവിടെ നിങ്ങളുടെ പുന്നാരമോൻ ഹംസ? അവൻ വന്നില്ല സാറേ. വന്നില്ലാന്നോ? കോൺസ്റ്റബിൾ ആയിഷ, ഇങ്ങോട്ട് വന്നേ. ഒരക്കകത്തൊന്ന് പരിശോധിക്കണം. നിങ്ങൾ മാറുതല്ലേ, മാറ്, അങ്ങോട്ട് മാറ്. എവിടെ അവനെ ഒളിപ്പിച്ച് വെച്ചേക്കണേ? ഞങ്ങളൊന്ന് നോക്കട്ടെ. അയ്യോ, എന്റെ ഉമ്മച്ചി, വല്ലതും പറ്റീന ഉമ്മച്ചി? പഠിച്ചോനെ, അയ്യോ തല പൊട്ടിയേക്കണ. സാറുമാരെ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? മാഡം, എന്റെ ഉമ്മ, പഠിച്ചോനെ. സാറേ, ഇത് നോക്കി, അവന്റെ കംസേന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. അവനെ ഞമ്മക്ക് പൂട്ടാ സാറേ. കംസ ഇവിടെ ഇല്ല സാറേ, അവൻ മുങ്ങി സാറേ. ആഹാ, അവൻ മുങ്ങീനാ? കൊള്ളാലോ ഹമുക്ക്. ഇതിലും വലിയ ഹമുക്കിനെ ഈ വീരാൻ പൊക്കിയേക്കണ്. പിന്നെയാ ഇവൻ. അവൻ എവിടെ മുങ്ങിയാലും ഈ എസ് ഐ വീരാൻ പൊക്കും. അവന്റെ ഉപ്പാപ്പേനെ വരെ ഈ വീരാൻ പൊക്കും. നിങ്ങൾ നോക്കിക്കോളി, എസ് ഐ ബീരാൻ പൊക്കു എന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും. ആ ഹമുക്ക് വരുമ്പോ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. ഇല്ലെങ്കിൽ അറിയാലോ എന്നെ. നല്ല പെടക്കണ ഇടി കിട്ടുമ്പോ എല്ലാവരും സത്യം പറഞ്ഞോളൂ. ആ ഹമുക്കിനെ കിട്ടുന്ന വരേക്കും നമുക്ക് ഉറക്കമില്ല. ഓന്റെ ഇടപാട് നമ്മളിന്ന് തീർക്കും. ഞങ്ങളിപ്പോ പോണു. വടു വണ്ടിയിട്. സൂറ, നീ വാപ്പച്ചിനെ വിളി സൂറ. ആ ഉമ്മ, വിളിക്കാം. ഹലോ ഹലോ വാപ്പച്ചി, ഹലോ വാപ്പച്ചി. വാപ്പച്ചി ഫോൺ എടുക്കുന്നില്ല ഉമ്മ. എന്റെ അല്ലാ, പഠിച്ചോനെ, റബ്ബേ, നീ കിടന്നോളിൻ സൂറ. നാളെ രാവിലെ നോക്കാം. ഓ ഉമ്മ, ശരി. എങ്ങനെ ഉറങ്ങാനാണ് ഉമ്മ? ഇതെല്ലാം ആലോചിച്ചിട്ട് പേടിയാവണ. അതെന്റെ സൂറ. അല്ലാ പഠിച്ചോനെ, നമ്മൾ എങ്ങനെ ഉറങ്ങും? പഠിച്ചോനെ, കാത്തോളിൻ റബ്ബേ. അല്ലാ, ഇവൻ ഇതുവരേക്ക് എണീറ്റില്ലേ? സൂറ, 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 ബാധ്യ തുറക്കീൻ. ഇത് ഞാനാ, സുബീർ. ബാധ്യ തുറക്ക സൂറ. നേരെ വെളുത്തിന്റെ ഇറങ്ങില്ലേ? എന്താ സുബീറെ, എത്ര രാവിലെ? ഉമ്മ എവിടെ? ദേ, നീ ഇത് കണ്ടീനാ പേപ്പറില്? നമ്മുടെ ഹംസാനെ പോലീസ് പിടിച്ചേക്കണ്. എന്റെ റബ്ബേ, ഉമ്മ, ദേ ഇത് കണ്ടീനാ? ഇവിടെ ഇക്കച്ചിനെ പോലീസ് പിടിച്ചുന്ന്, മയക്കുമരുന്ന് കേസില് പിടിച്ചുന്ന്. ദേ ഇക്കച്ചിയുടെ പടവും ഉണ്ട് ഉമ്മ. എവിടെ? അല്ലാ പഠിച്ചോനെ, ഞാൻ എന്നായി കേക്കണേ? സൂറ, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോയി നോക്കാം. ഓനെ വെളിയിലിറക്കണ്ടേ?
നമുക്കൊരു വക്കീലിനെ കാണണം. ഉം, പോവാം ഷുബീറെ, പോവാം. സൂറ, നീ ഇങ്ങോട്ട് വന്നേ. അന്ന ഷുബീറെ? സൂറ, അനക്ക് പേടി തോന്നുക സൂറ? എന്തിനു ഷുബീറെ? സൂറ, അനക്ക് നിന്നെ നഷ്ടപ്പെടുമെന്നോർത്ത് ഒരു വല്ലാത്ത വിഷമം. നീ എന്നാ ഷുബീറെ ഈ പറയണേ? അനക്ക് നിന്നെ മറക്കാൻ പറ്റൂ ഷുബീറെ? നീ ഇല്ലാണ്ട് അനക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റൂല ഷുബീറെ. എന്റെ സൂറ, പടച്ചവൻ കാത്തു. അനക്ക് ഒരുപാട് സന്തോഷായി. പഠിച്ചോനെ, പാപ്പച്ചിയാ. ഹലോ പാപ്പച്ചി, ഹലോ. ആ സൂറ, എല്ലാരും എവിടെ? ഇന്നലെ ഫോൺ വിളിക്കാനായില്ല. മുതലാളിന്റെ കൂടെ ഇമ്മണി വലിയ ഓട്ടത്തിലായിരുന്നു. സൂറ, ഹംസ എവിടെ? ഓന്റെ ജോലിക്കാര്യം ഞാനൊരു കമ്പനിയിൽ പറഞ്ഞു വെച്ചേക്കണ്. വലിയ കമ്പനിയാ. വലിയ താമസമില്ലാണ്ട് ജോലിക്ക് കയറാൻ പറ്റും. നല്ല കായും കിട്ടുന്നാ പറഞ്ഞേ. അപ്പോ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും. ഹംസനെ ഇവിടെ ആക്കിയിട്ട് വേണം എനക്ക് അങ്ങോട്ട് വരാൻ. ഇനി സൂറന്റെ ഉമ്മാന്റെ ഒക്കെ കൂടെ ഇനിയുള്ള കാലം സുഖമായിട്ട് താമസിക്കണം. പഠിച്ചോൻ എന്നാ പറഞ്ഞേക്കണെന്ന് അറിയില്ലല്ലോ. അല്ലാ. പാപ്പച്ചി, എന്താ സൂറ നീ കരയണേ? എന്താ പറ്റിയേ? ഉമ്മച്ചി എവിടെ? നീ കാര്യം പറ സൂറ. പാപ്പച്ചി ഇമ്മടെ. ഉമ്മടെ? നീ പറ സൂറ, എന്നെ ബേജാറാക്കണ്ട്. ബാപ്പ, ഇമ്മടെ ഹിക്കച്ചിനെ പോലീസ് പിടിച്ചോണ്ട് പോയിന്. അല്ലാ, പഠിച്ചോനെ, എന്തിന്? നീ എന്താ സൂറായി പറയണേ? എന്തിനാണപ്പാ പോലീസ് പിടിച്ചത്? നേരാ വാപ്പച്ചി, ഇന്നലെ രാത്രിയില്. രാത്രിയില്? നീ ഫോൺ ഉമ്മച്ചിക്ക് കൂടെ. ഉമ്മച്ചി, ഉമ്മച്ചി, ദേ വാപ്പച്ചി. എന്റെ പടച്ചോനെ, നീ മോങ്ങാണ്ട് കാര്യം പറ സുബൈദ. എന്താ ഉണ്ടായേ? അവനെ പോലീസ് പിടിച്ചു. എന്തിന്? എന്തിനാ അവന് പോലീസ് പിടിച്ചേ? ആരുടെയും കായ അവന് മോട്ടിച്ച? അവനെ കഞ്ചാബ് കേസിലാ പിടിച്ച്. സുബൈദ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ അവനെ നല്ലോണം നോക്കണമെന്ന്. അനക്ക് എന്നാ അവിടെ വേറെ പണി? നീ അവനെ വഷളാക്കി തലമ കയറ്റി വെച്ചു. ഇനി അങ്ങനെ മനുഷ്യന്റെ മുഖത്ത് ഞാൻ നോക്കൂ? കാലും കയ്യും പറക്കണല്ല. അല്ലാ, പടച്ചോനെ, അല്ലാ, റബ്ബേ, എനക്ക് മുണ്ടാൻ പറ്റുന്നില്ല. വാപ്പച്ചി, വാപ്പച്ചി, സൂറ, വാപ്പച്ചി ഒന്നും മിണ്ടണില്ല. ഉമ്മ, ആ ഫോൺ ഇങ്ങോട്ട് തരീ. ഹലോ വാപ്പച്ചി, വാപ്പച്ചി, പഠിച്ചോനെ, വാപ്പച്ചി. ഓളെ സൂറ, ഇത് സമ്മതിക്കുക. എന്താ സമ്മതിക്ക? വാപ്പച്ചി എവിടെ? മുണ്ടണില്ലല്ലോ. വാപ്പച്ചി പെട്ടെന്ന് കൊയിഞ്ഞു വീണേക്കണം. എന്താ അവിടെ ഉണ്ടായേ? അയ്യോ, എന്റെ വാപ്പച്ചി. അടച്ചോനെ, സൂറ, എന്താ പിടിഞ്ഞേന് വാപ്പാക്ക്? വാപ്പച്ചി കൊഞ്ഞു വീണുമ്മ, മയ്യത്തായിന്നുമ്മ. അല്ലാ, അടച്ചോനെ, എല്ലാം പോയില്ലോ. എന്റെ അടച്ചോനെ, എല്ലാം പോയില്ലോ. ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോയല്ലോ. എന്റെ റബ്ബേ. ഉമ്മച്ചി, അയ്യോ എന്റെ ബാപ്പ.
എന്നാ എന്നാ സുറ? ഞങ്ങളുടെ പാപ്പച്ചി പെടഞ്ഞു വീണുന്ന്, പാപ്പച്ചി പോയി. അല്ലാ, പടച്ചോനെ, മക്കളെ പുനരിച്ചത് പടച്ചോൻ എന്നോട് ഇങ്ങനെ കാട്ടിയല്ലോ. എന്റെ റബ്ബേ. പടച്ചോനെ, ഞാൻ എന്നായി കേക്കണേ എന്റെ പടച്ചോനെ. അയ്യോ എന്റെ സൈനത്താത്ത, ഞങ്ങളുടെ പാപ്പച്ചി പോയിന്ന്. അല്ല പഠിച്ചോനെ. എന്നാ സൂറ ഈ പറയണേ? എന്റെ സൈന വാപ്പച്ചി മഞ്ഞത്തായിരുന്നു. റബ്ബേ. അല്ല പടച്ചോനെ, എങ്ങനെ? എന്താ നടന്നീന്? എന്താ ഉണ്ടായ സുറ? ഹംസനെ പോലീസ് പിടിച്ച കാര്യം ഞാൻ ബാപ്പച്ചിനോട് പറഞ്ഞപ്പോ ബാപ്പ കൊയഞ്ഞു വീണുന്ന്, മയ്യത്തായിന്ന്. എന്റെ പടച്ചറബേ, ആകെ പൊന്നാപ്പായല്ലോ. പടച്ചറബേ, അല്ല സുറ, അതെ പോലീസ് പോലീസ്. അല്ല പഠിച്ചോനെ. ഉമ്മ, ഞാൻ എസ് ഐ കബീർ. നിങ്ങൾ സ്റ്റേഷൻ വരേക്കും ഒന്ന് വരണം. എസ് ഐ സാറ് വരാൻ പറഞ്ഞേക്കണ്. സാറേ, ഇവരിപ്പൊ കൊണ്ടുവരുത്. ഇവരുടെ ഉപ്പ. നീ ആടെ ഹമുക്കെ അത് പറയാൻ? നിനക്ക് കൊണ്ടോടെ ഹമുക്കെ കഞ്ചാവിന്റെ കച്ചവടം? നീ അവനോട് ചേർന്നാലേ പരിപാടി. കള്ള ഇബിലീസ്. ഏയ് ഇല്ല സാറേ, ഇവരുടെ ഉപ്പ. ഉപ്പ പറഞ്ഞു നിൽക്കണോ? ഹംസാനെ പോലീസ് പിടിച്ചൊന്ന് കേട്ട് കൊയിഞ്ഞു വീണ് മയ്യത്തായിന്. ഓ, ഇതിനിടയിൽ അതും നടന്നോ? പടച്ചോനെ, എന്തൊരു ബലാലാണപ്പാ ഇത്. ഞാൻ എസ് ഐ സാറിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ സാർ. സാറേ, ശരി സാറേ. ഓക്കെ ഓക്കെ സാർ. സാറിപ്പം വരുമെന്ന്. ഉമ്മ, നിങ്ങൾ സമാനപ്പെടു. സൂറ, നീ കരയാണ്ടിരിയോളെ. പടച്ചോ, എന്തിനാണപ്പാ ഇങ്ങനൊരു പരീക്ഷണം ചെയ്തേ? ഈ തള്ളെ മോളും എന്ത് പിയച്ചു എന്റെ അള്ളാ. അനക്ക് എങ്ങനെ സമാനം കിട്ടും? എന്റെ പടച്ചോനെ, എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാറുന്നില്ലേ പടച്ചോനെ? എസ് ഐ സാർ വരണം. നിങ്ങൾ അങ്ങോട്ട് മാറിക്കീൻ. സാർ വലിയ ദേശക്കാരനാ. അങ്ങോട്ട് മാറാ. നീ ആരാണ്ടാ? ഞാൻ ഇവിടെ അടുത്തുള്ള കുടുംബക്കാരനാ സാറേ. അങ്ങോട്ട് മാറി നിൽക്കടാ. ഇവരാരാടോ? അത് ഈ സുബീറിന്റെ ഉമ്മച്ചിയാണ് സാർ. എടോ, കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞിനാ? യെസ് സാർ. അപ്പോഴാണ് ദുബായിലുള്ള ഇവരുടെ ഹസ്ബൻഡ് ഈ വിവരം അറിഞ്ഞ് ഷോക്കായി കൊഞ്ഞു വീണ് മയ്യത്തായത്. ശരി ശരി, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഉമ്മ, ഞാൻ എസ് ഐ ബീരാൻ. നിങ്ങൾ മൊത്തത്തിൽ പിണഞ്ഞിരിക്കുകയാണല്ലോ ഉമ്മ. നിങ്ങളുടെ മോൻ ചെയ്ത കുറ്റം അറിയോ നിങ്ങൾക്ക്? ഇല്ല സാറേ, ഞാൻ പൊന്നുപോലെ പറത്തിയത ഓന്. അവൻ കാരണം അവന്റെ വാപ്പച്ചിയും പോയല്ലോ. എന്താ സാറേ? ഉമ്മ, നിങ്ങളുടെ മോൻ ഹംസ ഓൻ ചെയ്ത കുറ്റം എന്നാന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? എന്നാ കേട്ടോളി, ജാമ്യം കിട്ടാത്ത കുറ്റാണ് നമ്മുടെ മോൻ ചെയ്തേക്കണത്. ഓൻ്റെ ബിസിനസ് മയക്കുമരുന്നും കഞ്ചാവും കച്ചവടം. ഉപ്പയും ഉമ്മയും അറിഞ്ഞിട്ടാണോ നിങ്ങളുടെ മോൻ ഈ കച്ചവടം നടത്തണേ? പോരാത്തേന് സ്കൂളിലെ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുത്ത് ഭക്ഷണാക്കുന്ന പണിയാ ഓൻ ഇപ്പോൾ ചെയ്യണേ. അതും പോരാഞ്ഞതിന് പെൺകുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി പീഡിപ്പിക്കലും ഉണ്ടെന്നാണ് ഓൻ്റെ പേരിൽ കേസ്. ഇവരൊക്കെ ഉമ്മയും പെങ്ങളും ഇല്ലെന്നോ? എന്തു വലിയ കുറ്റം ഓൻ ചെയ്തേന്. ഇനി ഓൻ പുറം ലോകം കാണൂല. ഹമുക്ക് ഉണ്ടയും കഴിച്ച് നല്ല ഇടിയും കൊണ്ട് കമ്പിക്കുള്ളിൽ കിടക്കും.
നിങ്ങൾ തന്തയും തള്ളയും കുട്ടികളെ പെറ്റുകൂട്ടിയാൽ മാത്രം പോരാന്ന്. കുട്ടികളെ വളർത്തുമ്പോൾ ഒന്നേ ഉള്ളെങ്കിലും തല്ലി വളർത്തണം. അവർ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ അവരെ നല്ലോണം ശ്രദ്ധിക്കണം. അവരുടെ തുണിയും സഞ്ചിയും ഒക്കെ നല്ലോണം നോക്കണം, വല്ലതും ഉണ്ടോന്ന്. ഇവറ്റകളുടെ മേല് ഒരു കണ്ണ് വേണം. മനസ്സിലായോ തള്ളേ? എടോ കബീറെ, ഇവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. ഞാൻ ദാ വരണു. ഓക്കെ സാർ. അതെ ഉമ്മ, സൂറ, ഓനും ബാ, സുബീറും ബാ. സാറ് പറഞ്ഞത് നിങ്ങൾ കേട്ടിനാ? എടോ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങടും വിചാരിക്കണ പോലല്ല. ജാമ്യം പോലും കിട്ടൂല എന്ന് വർഷങ്ങളോളം അയ്യണ്ണും. ഇങ്ങടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് പറയുക. സാറ് നല്ല മനുഷ്യനാ. ഇപ്പോ SI ഞാനായിരുന്നേ, എല്ലാത്തിനെയും അകത്തിട്ട് പൂട്ടിയേനെ. ഹംസേന്റെ മുറിയിന്ന് 5-8 കിലോ കഞ്ചാവല്ലേന്ന് പൊക്കീന്. അതുകൊണ്ട് നിങ്ങൾ ഈ വിവരവും കാണിച്ച് ഒരു കത്ത് സർക്കിൾ സാറിന് കൊടുക്കീൻ. പഠിച്ചവന്റെ ഒരു വഴി കാട്ടും. റബ്ബേ, ഈ ഹമുക്ക് ഇതിപ്പോ തുടങ്ങീന്. എന്റെ പുള്ള സുബീർ ഈ കള്ളപ്പണിയില് പെടാണ്ട് പടച്ചോൻ കാത്തു. അള്ളാ എന്റെ പടച്ചോനേ. സുബീറിന്റെ ഉമ്മ, നിങ്ങൾ അത്ര സന്തോഷിക്കല്ലേ. സന്തോഷിക്കാൻ പറട്ടെ. ഇവനെ ഞങ്ങൾ പൊക്കും. ഒരേ കൂട്ടുകെട്ടല്ലേന്ന്. കച്ചവടം കാണാണ്ടിരിക്കില്ല, ഉറപ്പാ. എന്റെ അല്ല, എന്റെ സാറേ, അനക്കിനെ ആ ഹമുക്കിനെ വേണ്ട സാറേ. എന്റെ കെട്ടിയവന്റെ ജീവനെടുത്ത ആ ഹമുക്കിനെ നിങ്ങൾ വെച്ചോളി. നാടിനെ നശിപ്പിച്ച ആ ഹമുക്കിനെ തൂക്കിലിട്ടോളി. അനക്ക് മാണ്ട മാണ്ട മാണ്ട. അല്ലാ പഠിച്ചോനെ. ഉമ്മ, അത് ഇങ്ങടെ നല്ല മനുഷ്യർ. പഠിച്ചോന്റെ ഒരു വഴി കാണിക്കും. നിങ്ങൾ ബേജാറാവണ്ട. ദേ സാറ് വരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. കബീറെ, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയോടോ? യെസ് സാർ, എല്ലാം പറഞ്ഞു കൊടുത്തു. ഉമ്മ, ഇതിപ്പോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കേസാണ്. ഈ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് സർക്കിൾ സാറിന് ഒരു കത്ത് കൊടുക്കി. ഈ സംഭവം അറിഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് കൊഴിഞ്ഞു വീണ് മയ്യത്തായി എന്നും ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല എന്നും ഒരു കത്ത് കൊടുക്കി. കേസിന് വല്ല ഇളവും കിട്ടുമെന്ന് നമുക്ക് നോക്കാന്ന്. എൻ്റെ സ്വഭാവം അറിയാലോ. നിങ്ങളുടെ കെട്ടുവൻ മയ്യത്തായോണ്ടാ ഞാനിപ്പോ ഇങ്ങനെ പറയണേ. വേണ്ട സാറേ, ആ ഹമുക്കിനെ ഇനി ഞമ്മക്ക് വേണ്ട സാറേ. കുടുംബ കുട്ടിച്ചോറൊക്കെ ഓനെ എനിക്ക് വേണ്ട സാറേ, വേണ്ട സാറേ. എടോ അതെ സുബീറെ, ഉമ്മ ഇപ്പോൾ വിഷമം കൊണ്ട് പറയണതാ. വാപ്പച്ചിയുടെ കബറടക്കം കഴിഞ്ഞ് ഉമ്മച്ചീനെ കൂട്ടി സ്റ്റേഷനിലേക്ക് നിങ്ങൾ വാ. നമുക്ക് നോക്കാടോ. സുബീറെ, നമ്മളിപ്പോൾ പോണു. നമ്മൾ ഇനിയും വരും കേട്ടാ. സാറേ, ഒരുപാട് നന്ദിയുണ്ട്. പഠിച്ച സാറിന് നല്ലതേ വരുത്തു. ഞാൻ ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാം സാറേ. ശരിയിടോ, മയ്യത്ത് കൊണ്ടുവരുമ്പോ എന്തെങ്കിലും ആവശ്യം വന്നാ അറിയിക്കണം. ഓക്കെ സാറേ, ഓക്കെ. സാറിന്റെ നല്ല മനസ്സിന് പഠിച്ചു നല്ലത് വരുത്തും, ഉറപ്പാ സാറേ. എന്നാടോ? ഉവ്വ പടച്ചോൻ പോലും പേടിച്ച് നിൽക്ക. എവിടെന്നാ പണി വരണേന്ന് പടച്ചോന് പോലും അറിയില്ല എൻ്റെ സുബീറെ. പിന്നെ ഇതുപോലുള്ള ഹമുക്കുകളുണ്ടായാൽ എങ്ങനെ നല്ലത് വരാനാടോ? ശരി, താൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്ക്. വേണ്ട സഹായങ്ങൾ എത്തിക്ക്. എന്നാ പറയാനാ, ഒന്ന് പോയപ്പോൾ മറ്റൊന്നിന് ബളായി. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ? പടച്ചോനെ കാത്തോളീൻ. അല്ല സാറേ അനക്കേ ഒരു സംശയം. എന്താടോ എനക്ക് ആർക്കും ഇല്ലാത്തൊരു വല്ലാത്ത സംശയം? ചോദിക്കുക കബീറെ, ചോദിക്കേ. അല്ല സാറിന്റെ സ്വഭാവം വെച്ച് ചോദിക്കുക. സാറിന് എങ്ങനെ ഇത്ര സോഫ്റ്റ് ആവാൻ കഴിഞ്ഞു? ഓ, അതാണോ എൻ്റെ ഒരു വലിയ സംശയം? എടോ, ചില നേരം നമ്മൾ മനുഷ്യന്മാരാകണോടോ. മനുഷ്യൻ ആരോരുമില്ലാത്തവരുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വിഷമം നമ്മുടെ വിഷമമായി കണക്കാക്കണോടോ. മനസ്സിലായോടോ കബീറെ? ഓ സാറേ, പുരിഞ്ഞാച്ചു. സാറിന്റെ ഈ നല്ല മനസ്സിന് ഇവിടെ ഷുബീർ പയഞ്ഞ പോലെ നല്ലത് പരിച്ചാർ. കബീറെ,
നമ്മൾ നല്ലത് ചെയ്താൽ പടച്ചോൻ നമുക്ക് നല്ലത് വരുത്തൂടോ. മനസ്സിലായോ കബീറെ? ഓ, മനസ്സിലായി സാർ. എന്നാ പാടോ, ഇനി ചെന്നിട്ട് വേണം 95 പൈസുള്ള ഉമ്മാമേനെ പീഡിപ്പിച്ച 18 പൈസുകാരൻ ശുക്കൂറിനെ പൊക്കാൻ. അള്ള പടച്ചോനെ, ഇതൊരു വണ്ടിക്ക് പോകൂല സാറേ, പോകൂല. നിയമം പൊളിച്ചെഴുതേണ്ടി വരും സാറേ, എങ്കിലേ ഇവിടെ നാട് നന്നാവൂ സാറേ. അത് വേണ്ടി വരും കബീറെ. പക്ഷേ ഈ പൂച്ചയ്ക്ക് ആരപ്പ മണി കിട്ടും? എല്ലാം കള്ളനാണയങ്ങളല്ലേന്ന് നിങ്ങൾക്കറിയോ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. എങ്കിലും ഈ നിയമം നിലനിൽക്കുമ്പോഴും ഇതുപോലുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലേ നമ്മുടെ നാട് നന്നാവൂ കബീറെ. സത്യമേവ ജയതേ. എന്നാ പോയാലോ സാർ? പോണല്ലോ. നമ്മുടെ പണി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നതല്ലേടൂ. എന്നാ പോയേക്കാം, വണ്ടിയുടെ. പ്രിയരെ, ഞങ്ങളുടെ റേഡിയോ നാടകം അകാലത്തിൽ പൊലിയുന്ന ജീവിതങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെയും ഞങ്ങളുടെ റേഡിയോ നാടകം വസ്ത്രത്വം സെവിച്ച് ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അതേപോലെ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്ന സഖ്യത്താളത്തിന്റെ അമരക്കാരായ പ്രസിഡന്റ് ശ്രീമതി മിനി റജിക്കും സെക്രട്ടറി ശ്രീമാൻ ജോർജ് മുഞ്ഞനാടിനും ജോയിന്റ് സെക്രട്ടറി ശ്രീ ബേബി മാത്യുവിനും മറ്റ് അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സഖ്യതാളം നാടകവേദിയുടെ നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വേദി, മറ്റൊരു കഥ.